ഇതേതാ വാഴ? നീ എന്താടാ വിളയാത്ത ചക്കയെ നടക്കുന്നത്? ഇത് ഉപ്പേരിക്കുള്ള നല്ല ടേസ്റ്റ് അല്ലേ? അതിനിപ്പോ വാഴയല്ലേ ട്രെൻഡ്. ട്രെൻഡ് ഇപ്പോൾ 3.0 അല്ലേ? അത് ഭരണം കിട്ടിയല്ലേ ട്രെൻഡ്. നമുക്കിത് 2.0 ആണ്. നമ്മുടെ പാർട്ടി ജയിച്ചാൽ പിള്ളേർക്കുള്ള കുപ്പിക്കുള്ള പൈസ നമ്മുടെ സെക്രട്ടറി ജോണിച്ചായ സൈൻ ചെയ്തിട്ടുണ്ട്. അത് ജോണിസിൻസ് അല്ലേ? എടാ ഞാൻ പിടിച്ച് തൂങ്ങണ്ട. അല്ല, പാർട്ടി പറഞ്ഞാൽ മുഖ്യമന്ത്രി ആവുമെന്ന് പറഞ്ഞ ആൾ ജയിക്കുമോ? അത് കണ്ടറിയണം. ആദ്യം തോൽക്കുന്നത് പുള്ളിയായിരിക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായ ധാരണ. ചക്ക സീസൺ കഴിഞ്ഞോ? എന്നെ കാണുമ്പേ ഇപ്പം എല്ലാവരും പറയുന്നത് നമ്മുടെ MLA പോണെന്നാ. എൻ്റെ വിജയ് ഈ മണ്ഡലത്തെ ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു. നീയല്ലേ അറിയാതെ പോലും നിനക്ക് ഒരുത്തനും ബോട്ട് കുത്തൂല. നീയൊക്കെ നോട്ടയ്ക്ക് താഴെ ആയിരിക്കും. നിന്റെ ചിഹ്നം വായായിരുന്നില്ലേ? നീ ആ പേരിന് വെറുതെ ചീത്തപ്പേരുണ്ടാക്കരുത്. അല്ല, നിങ്ങൾ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടിയൊക്കെ കഴിഞ്ഞോ? അത് അവർ തലമുറയെ കൈമാറി വരുന്ന ആചാരമാണ്. സീറ്റിനടി, സ്റ്റേജിലടി, ഉദ്ഘാടന റിബൺ കട്ട് ചെയ്യാനടി. ഇപ്പോൾ ഇതേ മുഖ്യമന്ത്രി കസാരയ്ക്ക് പോലും അടി. ഇലക്ഷൻ റിസൾട്ട് പോലും വന്നിട്ടില്ല. ഇനി ഭരണം കിട്ടിയാലോ അടിപൊളി ഊരായിരിക്കും. അതിന് ഇലക്ഷൻ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞ് നേതാവാണ് നിങ്ങളെ മുഖ്യമന്ത്രി. പരസ്യമായിട്ട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് കള്ളം പറഞ്ഞില്ലേ? ഒട്ടും അപ്ഡേറ്റഡ് അല്ലല്ലേ? നാളെ ഉണ്ടാക്കുന്ന നുണ പറയാൻ. ആരും നുണ പറഞ്ഞേ? എടാ, അതൊക്കെ ഞങ്ങൾ മാറ്റി പറയുന്നതാണ്. ഇതൊക്കെ രാഷ്ട്രീയ രീതിയാണ്. അല്ല, അല്ല പ്രണയണ്ടേ? എനിക്ക് 1000 പ്രണയമുണ്ട്. പ്രണയിക്കാത്തവർ മനുഷ്യന്മാരാണോ? ഈ ഡയലോഗ് ഞാൻ എവിടെയോ. ഈ കഥയ്ക്കും കഥാപാത്രത്തിനും സംഭാഷണത്തിനും സാമ്യം തോന്നിയേക്കാം. ബോധപൂർവമാണ്. സ്റ്റാറ്റുറ്ററി വാണിംഗ് തെറ്റി. തികച്ചും സാങ്കല്പികമാണെന്നാണ്. അത് ജനങ്ങൾ തീരുമാനിക്കൂ. മെയ് 4 3.0 വരുമോ അതോ മുഖ്യമന്ത്രി കസേരയിൽ അടി നടക്കുമോ എന്ന് നമുക്ക് കാണാം. 3.0 ആണോ 2.1 ആണോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഞങ്ങൾ വേണം.